ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഇഞ്ചി കൊണ്ടൊരു അച്ചാറാണ് കേട്ടോ. നന്നായിട്ട് തൊലി കളയുക ആദ്യം. മാങ്ങ ഇഞ്ചി ഇതുപോലെ നന്നായി തൊലി കളഞ്ഞ ശേഷം 3-4 തവണ കഴുകിയെടുക്കുക. കാരണം മണ്ണിൻ്റെ അംശം എല്ലാം പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകണം കേട്ടോ. ഇത്രയും മാങ്ങയിഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കുക. 3-4 പ്രാവശ്യം കഴുകണം കേട്ടോ, ആ മണ്ണിൻ്റെ അംശം എല്ലാം പോവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ഒരു പാനോ മൺചട്ടിയോ ചീനച്ചട്ടിയോ എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി അതേപോലെ തന്നെ കടുക് മാറ്റിയ ശേഷം നമ്മൾക്ക് ഇടേണ്ടതാണ് ഉലുവ. 1 സ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. നന്നായിട്ട് വറുക്കണേ, അതായത് നമ്മൾ കല്ലിൽ ഇടിക്കുന്ന സമയത്ത് അത് ഇടിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് വറുത്ത ശേഷം ഉലുവ കൂടിയിട്ട് നമുക്ക് ഇടിക്കുന്ന ഈ കല്ലിലോട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇടിച്ച് നല്ലൊരു പരുവത്തിലാക്കുക. അതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ നല്ലെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അച്ചാർ. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കായമാണ്. കായം നന്നായിട്ട് വറുത്ത ശേഷം അതുകൂടി കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾക്ക് കടുകുണ്ട്, ഉലുവയുണ്ട്, കായം കൂടിയുണ്ട്. നന്നായിട്ട് ഇടിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് പച്ചമുളക്. ഒരു 3 പച്ചമുളകോ 4 പച്ചമുളകോ ചെറുതായിട്ട് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഈ ഒരു പരുവത്തിൽ ചെറിയൊരു തരി ആയിരുന്നോട്ടെ, കുഴപ്പമില്ല ഇടിച്ചത്. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾക്ക്. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടി, മാങ്ങ ഇഞ്ചി കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് ഇടേണ്ടതാണ് മഞ്ഞൾപ്പൊടി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്താം. പച്ചമുളക് നന്നായിട്ട് ഇട്ടത് കൊണ്ട് നമ്മൾ മുളക് പൊടി വളരെ കുറവാണ് കേട്ടോ ചേർത്തുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ചെറുതായിട്ട്. അതിനുശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നതാണ് വിനാഗിരി. ഒരു 2 സ്പൂണോളം വിനാഗിരി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നോക്കിയിട്ട് ചേർത്താൽ മതി, പുളിപ്പിനനുസരിച്ചിട്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ്. നന്നായിട്ട് തിളപ്പിച്ചാറിയ ചുടുവെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്താൻ പോകുന്നത് കേട്ടോ. അല്പം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നുകൂടി ഇളക്കിയ ശേഷം നമ്മൾക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. സിമ്മിൽ വെച്ചാൽ മതി, പ്രത്യേകം ഓർക്കണേ. ഒരു 2 മിനിറ്റ് വേവിച്ച ശേഷം നമ്മൾക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ പൊടിച്ച ഇൻഗ്രീഡിയൻസ്. അതുകൂടി ചേർത്ത ശേഷം നമ്മൾക്കൊന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് നമ്മൾക്കൊരു 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം മൺചട്ടിയുടെ ആ ചൂടിലിരുന്ന് വെന്തോളും.